ഹായ് ഫ്രണ്ട്സ്, മാർക്കറ്റ് അപ്ഡേറ്റ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ലൊരു ഗെയിൻ്റെ സെഷനായിരുന്നു നമ്മൾ നിഫ്റ്റിയിൽ കണ്ടിട്ടുണ്ടായിരുന്നത്. 11,154 മാർക്കറ്റ് ഓപ്പൺ ആയതിനു ശേഷം 11,317 വരെ ഹൈ പോയി. തുടർന്ന് 11,300 മുകളിൽ മാർക്കറ്റ് ക്ലോസ് ആവുകയും ചെയ്തു. അൾട്രാടെക് സിമെൻറ്റ്സ്, കോട്ടക് മഹീന്ദ്ര ബാങ്ക്, TCS, ഗ്രാസിം, ടാറ്റ മോട്ടോഴ്സ് ഇവരായിരുന്നു നിഫ്റ്റിയിൽ ടോപ്പ് ഗെയിനറായിട്ട് നിന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ സെക്ടർ വൈസ് മാർക്കറ്റ് നോക്കുമ്പോൾ മീഡിയ സെക്ടർ മാത്രമേ ഇന്ന് ഡൗണിൽ പോയിട്ടുണ്ടായിരുന്നുള്ളൂ. അതുപോലെ തന്നെ ഓട്ടോ സെക്ടർ ആയിരുന്നു ടോപ്പ് ഗെയിനറായിട്ടും നിന്നിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ നിഫ്റ്റിയുടെ ഡേ ചാർട്ടിലേക്ക് നോക്കുമ്പോൾ ഒരു ബുള്ളിഷ് ആയിട്ടുള്ള ഒരു ക്യാൻഡിലാണ് പ്ലോട്ട് ആയിരിക്കുന്നത്. അതുമാത്രമല്ല, നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ ആ ഒരു റെസിസ്റ്റൻസ് 11,240 ആ റേഞ്ചിലുള്ള റെസിസ്റ്റൻസിനെയും ബ്രേക്ക് ചെയ്താണ് മാർക്കറ്റ് എൻഡ് ആയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വീണ്ടും ഒരു അപ്സൈഡിലേക്ക് പോകാനുള്ള ഒരു സാധ്യതകൾ മാർക്കറ്റിൽ കാണുന്നുണ്ട്. വീണ്ടും ഒരു 100-200 പോയിൻറ്റ്സിൻ്റെയൊക്കെ ഒരു അപ് ട്രെൻഡിനുള്ള സാധ്യതകൾ മാർക്കറ്റിൽ കാണുന്നു. എന്നിരുന്നാലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, RSI ഇൻഡിക്കേറ്റർ വീണ്ടും ഓവർബോട്ട് റീജിയനിലാണ് നിൽക്കുന്നത്. അതിലൊരു ഡൈവർജൻസ് ഒന്നും വരുന്നതായിട്ട് കാണിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു റാലി ഈ ഒരു റാലി തുടരുകയാണെങ്കിലും ഒരു കൺസോൾട്ടേഷനുള്ള സാധ്യതകൾ അല്ലെങ്കിൽ ഒരു കറക്ഷനുള്ള സാധ്യതകൾ നമുക്ക് ഇനിയും മാർക്കറ്റിൽ പ്രതീക്ഷിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് മാർക്കറ്റിനെ ഒന്ന് ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. ഇനി നമ്മൾ ഇന്നത്തെ ഗ്ലോബൽ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ US മാർക്കറ്റ് ഇന്നലെ ഒരു പോസിറ്റീവ് സെഷൻ ആയിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. നാസ്ഡാക്കിൽ 173 പോയിൻറ്റ്സിൻ്റെ ഗെയിനോടുകൂടിയാണ് ഉണ്ടായിരിക്കുന്നത്. പ്രധാനമായിട്ടും ഇന്നൊരു US ഫെഡ് പോളിസി മീറ്റിംഗ് വരുന്നു. അതുപോലെ തന്നെ ഈ ഒരാഴ്ചയാണ് അവർ അടുത്ത സ്റ്റിമുലസ് പാക്കേജിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അനൗൺസ് ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ഒരു പ്രതീക്ഷകളായിരുന്നു മാർക്കറ്റിനെ അപ് ട്രെൻഡിലേക്ക് കൊണ്ടുപോയത്. അത് തന്നെയാണ് നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിലും ഒരു അപ് ട്രെൻഡിന് കാരണമായി നമ്മൾ കണ്ടത്. ഇനി ഇന്നത്തെ US മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പോളിസി ഇന്ന് നടക്കുന്ന ഒരു പോളിസി മീറ്റിങ്ങിൻ്റെ അപ്ഡേറ്റുകൾ ഒന്ന് ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുക നിങ്ങൾ. കാരണം അതായിരിക്കും ഇനി നമുക്ക് നാളത്തെ ഇന്ത്യൻ മാർക്കറ്റിനെ ഒന്ന് ഡ്രൈവ് ചെയ്യാനുള്ള സാധ്യതകൾ കാണുന്നത്. എന്നിരുന്നാലും അതിലൊരു കൂടുതൽ പോസിറ്റീവായിട്ടുള്ള പ്രതീക്ഷകളാണ് ഇൻവെസ്റ്റേഴ്സിൻ്റെ ഭാഗത്തുനിന്നും അനലിസ്റ്റിൻ്റെ ഭാഗത്തുനിന്നും കാണുന്നത്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, US-ഉം ചൈനയും വർദ്ധിച്ചു വരുന്ന ആ ഒരു ട്രേഡ് വാറൊക്കെ ഒന്ന് ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുക. അതിനെയും കൂടുതൽ കടുക്കുകയാണെങ്കിൽ അതും വീണ്ടും മാർക്കറ്റിൽ ഒരു ഇഫക്റ്റ് കൊണ്ടുവരാനുള്ള സാധ്യതകളുണ്ട്. ഇനി യൂറോപ്യൻ മാർക്കറ്റിലേക്ക് നോക്കുമ്പോൾ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ട്രേഡിംഗ് ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഏഷ്യൻ മാർക്കറ്റിലേക്ക് വരുമ്പോൾ ഒരു മിക്സഡ് ട്രെൻഡാണ് നമ്മൾ കാണുന്നത്. SGX നിഫ്റ്റി ഇപ്പം 7 പോയിൻറ്റ്സ് അപ്പിൽ ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നു. ഗോൾഡിൻ്റെ പ്രൈസിൽ നിന്നൊരു ഡൗൺ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ രൂപയുടെ മൂല്യം ഇന്നും ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു എൻഡിംഗ് ആണ് കാണുന്നത്. 74.83 രൂപയുടെ മൂല്യം ട്രേഡ് ഉണ്ടായിരിക്കുന്നത്. ഇനി ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ടിവിറ്റിയിലേക്ക് വരുമ്പോൾ FIIൻ്റെ ഭാഗത്ത് നിന്ന് ഇന്നലെ 453 കോടിയുടെ ഒരു നെറ്റ് വിത്ഡ്രോവലാണ് ക്യാഷ് മാർക്കറ്റിൽ ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്ത് നിന്ന് വരുമ്പോൾ 977 കോടിയുടെ ഒരു നെറ്റ് വിത്ഡ്രോവലാണ് ക്യാഷ് മാർക്കറ്റിൽ ഉണ്ടായിരിക്കുന്നത്. ഇനി ഹൈ വോളിയത്തിലുള്ള സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ലാർജ് ക്യാപ്പിൽ HCL ടെക്നോളജീസ്, ഇൻഫോസിസ്, മഹീന്ദ്ര, HDFC ലൈഫ് ഇൻഷുറൻസ്, മുത്തൂറ്റ് ഫിനാൻസ് ഇങ്ങനെ കുറച്ച് സ്റ്റോക്കുകൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലുള്ള സ്റ്റോക്കുകൾ നിങ്ങളൊന്ന് വാച്ച് ചെയ്യുക. ഇതിൽ ശ്രദ്ധിക്കാനുള്ള കുറച്ച് സ്റ്റോക്കുകൾ എന്ന് പറയുമ്പോൾ KC ഇൻ്റർനാഷണൽ ഇതിൻ്റെ പ്രീവിയസ് ഹൈ അതൊരു സപ്പോർട്ടായിട്ട് ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. കാരണം 260 എന്നുള്ള റേഞ്ചിൽ. കാരണം അതിനെ ടച്ച് ആയതിനു ശേഷം ഇപ്പോൾ വീണ്ടും ഒരു റിവേഴ്സൽ അപ് ട്രെൻഡിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വീണ്ടും വരും ദിവസങ്ങളിൽ ഇതൊരു അപ് ട്രെൻഡ് തുടരുകയാണെങ്കിൽ നമുക്ക് ഒരു 297 വരെയുള്ളൊരു റാലി നമുക്ക് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റോക്ക് ഒന്ന് ട്രാക്ക് ചെയ്യുക, ഒരു ട്രേഡിങ്ങിലൊരു പോസിബിലിറ്റി ഇതിനകത്ത് കാണുന്നുണ്ടോ എന്നുള്ളത്. അടുത്തായിട്ട് അദാനി എൻ്റർപ്രൈസസിൻ്റെ ചാർട്ട് നോക്കുമ്പോൾ പ്രീവിയസ് ഹൈൻ്റെ അടുത്താണ് ഇപ്പോൾ ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്നും വരും ദിവസങ്ങളിൽ ഒരു ബ്രേക്ക് ഔട്ട് നടക്കുകയാണെങ്കിൽ വീണ്ടും ഒരു അപ് ട്രെൻഡിനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ സ്റ്റോക്ക് ഒന്ന് ട്രാക്ക് ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു ബ്രേക്ക് ഔട്ട് നടക്കുകയാണെങ്കിൽ നമുക്ക് വരും ദിവസങ്ങളിൽ ഒരു റാലി നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു ട്രേഡിങ്ങിനുള്ള പോസിബിലിറ്റി നമുക്ക് ഇതിൽ നിന്ന് കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ PTC ഇന്ത്യ നോക്കുകയാണെങ്കിൽ അവിടെയും ഇതേപോലെ തന്നെ പ്രീവിയസ് ഹൈൻ്റെ അടുത്താണ് ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്നും ഒരു ബ്രേക്ക് ഔട്ട് നടന്ന് വീണ്ടും ഒരു അപ് ട്രെൻഡിൽ നടക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെയും ഒരു ട്രേഡിങ്ങിനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതുപോലെ തന്നെ HDFC ലൈഫിൻ്റെ ഡെയിലി ചാർട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ ഒരു 52 വീക്ക് ഹൈയുടെ അടുത്താണ് ഇപ്പോൾ ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. 647 ആ റേഞ്ചാണ് ഇപ്പോൾ 52 വീക്ക് ഹൈ ആയിട്ട് നിലനിൽക്കുന്നത്. അപ്പോൾ അതുമാത്രമല്ല, ഇന്ന് ഫോം ചെയ്തിരിക്കുന്ന പാറ്റേൺ ഒരു ഷൂട്ടിംഗ് സ്റ്റാർ പോലത്തെ ഒരു പാറ്റേണാണ് ഫോം ആയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു റിവേഴ്സലിനുള്ള സാധ്യതകളാണ് കാണിക്കുന്നത്. എന്നിരുന്നാലും വരും ദിവസങ്ങളിൽ ഒരു ബ്രേക്ക് ഔട്ട് നടക്കുകയാണെങ്കിൽ ഒരു 647 മുകളിൽ ഒരു ബ്രേക്ക് ഔട്ട് നടക്കുകയാണെങ്കിൽ വീണ്ടും ഒരു അപ് ട്രെൻഡിനുള്ള സാധ്യതകൾ ഇതിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയുള്ള സ്റ്റോക്കുകളെല്ലാം ഈ ഒരു ഹൈ വോളിയത്തിലുള്ള സ്റ്റോക്കുകളൊന്ന് അനലൈസ് ചെയ്യുക, ലാർജ് ക്യാപ്പിലും മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും. എന്നിട്ട് നിങ്ങൾ കണ്ടെത്തുന്ന കാര്യങ്ങളും നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് വഴിയായിട്ട് അറിയിക്കുക. അടുത്തായിട്ട് പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ നോക്കുകയാണെങ്കിൽ SBI കാർഡ്സും IRCTCയും അവർ ഒരുമിച്ചായിട്ട് പുതിയൊരു ക്രെഡിറ്റ് കാർഡ് ലോഞ്ച് ചെയ്തിരിക്കുകയാണ് രൂപേ പ്ലാറ്റ്ഫോമിൽ. അപ്പോൾ അതിൻ്റെ ഓഫറുകൾ നോക്കുകയാണെങ്കിൽ ഫ്രീക്വൻ്റ് ആയിട്ട് ട്രാവൽ ചെയ്യുന്ന റെയിൽവേ ട്രാവൽ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് കൂടുതൽ ബെനിഫിറ്റ് ചെയ്യുന്ന ഒരു കാർഡാണെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതുമാത്രമല്ല, കോൺടാക്ട്ലെസ് കാർഡായിട്ടാണ് ഇവർ ഇത് മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നോക്കുമ്പോൾ ട്രാൻസാക്ഷൻ ഫീയിലുള്ള വൈവേഴ്സ്, അതുപോലെ തന്നെ ക്യാഷ് ബാക്ക് ഓഫേഴ്സ് അവർ ട്രെയിൻ ബുക്കിങ്ങിന് ടിക്കറ്റുകൾക്ക് തരുന്നുണ്ട്. അതുമാത്രമല്ല, റീറ്റെയിൽ, ഡൈനിങ്, എൻ്റർടൈൻമെൻറ്റ് ഓഫറുകളും ഇവർ ഈ ഒരു കാർഡിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും SBI കാർഡ്സിനൊക്കെ ഒരു പോസിറ്റീവ് ന്യൂസാണ് ഈ ഒരു പുതിയൊരു ക്രെഡിറ്റ് കാർഡിൻ്റെ ലോഞ്ച്.
ഇനി അടുത്തതായിട്ട് ഇൻഡിഗോയിൽ നിന്ന് വന്ന അപ്ഡേറ്റുകൾ നോക്കുമ്പോൾ അവർ വീണ്ടും സാലറിയിൽ ഒരു കട്ട് വരുത്താൻ പോകുന്നതെന്നാണ് അപ്ഡേറ്റുകൾ കാണിച്ചിരിക്കുന്നത്. ഇതിനു മുമ്പ് നോക്കുകയാണെങ്കിൽ അവർ ഇതിനു മുമ്പ് സാലറിയിൽ ഒരു 25% കട്ടും അതുപോലെ തന്നെ 10% എംപ്ലോയീസിനെ ലേ ഓഫ് നടത്താൻ പോകുന്നു എന്നൊരു അപ്ഡേറ്റുകൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതേ തുടർന്ന് ഇപ്പം പുതുതായിട്ട് CEO-ൻ്റെ ഭാഗത്തു നിന്ന് അപ്ഡേറ്റുകൾ നോക്കുമ്പോൾ സീനിയർ മാനേജ്മെൻറ്റിൽ വീണ്ടും ഒരു 35% വരെയുള്ള ഒരു പേ കട്ടാണ് അവർ കൊണ്ടുവരുന്നത്. അത് നോക്കുമ്പോൾ CEO-ക്ക് 35% പേ കട്ടായിട്ട് ഇൻക്രീസ് ചെയ്യുന്നു. അതുപോലെ തന്നെ വൈസ് പ്രസിഡൻറ്റ്, സീനിയർ വൈസ് പ്രസിഡൻറ്റ് ആ ലെവലിലുള്ളവർക്കെല്ലാം 15 മുതൽ 30% വരെയുള്ളൊരു പേ കട്ടുമാണ് അവർ കൊണ്ടുവരുന്നത്. ഇത് ഈ ഒരു സെപ്റ്റംബർ 1 മുതൽ ബാധകമാകും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അടുത്തായിട്ട് ടാറ്റ മോട്ടോഴ്സിൻ്റെ അപ്ഡേറ്റുകൾ നോക്കുമ്പോൾ അവരുടെ സബ്സിഡറിയായ ജാഗുവർ ലാൻഡ് റോവറിലെ ഒരു മാനേജ്മെൻറ്റ് ലെവലിൽ ചേഞ്ചുകൾ വരികയാണ്. ഇപ്പോൾ കറണ്ട് CEO-നെ മാറ്റി പുതിയൊരു CEO ഈ ഒരു വരുന്ന സെപ്റ്റംബർ 10 മുതൽ ചാർജ് എടുക്കാൻ പോകുന്നൊരു അപ്ഡേറ്റുകൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ന്യൂസായിരുന്നു ഇന്ന് ടാറ്റ മോട്ടോഴ്സിന് അപ്ഡേറ്റിലേക്ക് കൊണ്ടുപോയത്. ഇനി Q1 റിസൾട്ട്സ് വന്ന കമ്പനികൾ നോക്കുമ്പോൾ ഇൻഡസിൻഡ് ബാങ്കിൻ്റെ Q1 റിസൾട്ട്സിൽ 64.37% ഡിക്ലൈൻ ആണ് കൺസോളിഡേറ്റ് നെറ്റ് പ്രോഫിറ്റ് ഉണ്ടായതായിട്ട് കാണിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ അവർ 1432 കോടിയുടെ നെറ്റ് പ്രോഫിറ്റ് ആയിരുന്നു റിപ്പോർട്ട് ചെയ്തത്. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം നോക്കുമ്പോൾ അതിൽ 3350 കോടിയുടെ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകമാണ് അവർ റിപ്പോർട്ട് ചെയ്തത്. അതുപോലെ തന്നെ ഗ്രോസ് NPA-യിൽ ഒരു വർധനം ഉണ്ടായതായിട്ടും പറയുന്നു. 2.45% നിന്ന് 2.53% ആയിട്ട് ഉയർന്നതായിട്ട് കാണിച്ചിരിക്കുന്നു. നെറ്റ് NPA നോക്കുമ്പോൾ അതിൽ കുറവ് വന്നിട്ടുണ്ട്. 0.91% നിന്ന് 0.86% ആയിട്ട് കുറഞ്ഞതുമായിട്ടും അവർ പറയുന്നു. ഇനി അൾട്രാടെക് സിമെൻസിൻ്റെ Q1 റിസൾട്ട്സ് നോക്കുമ്പോൾ റവന്യൂവിൽ 33% ഡിക്ലൈനും നെറ്റ് പ്രോഫിറ്റിൽ 38% ഡിക്ലൈനുമാണ് അവർക്കുണ്ടായിരിക്കുന്നത്. അടുത്തായിട്ട് യെസ് ബാങ്കിൻ്റെ Q1 റിസൾട്ട്സിലേക്ക് വരുമ്പോൾ 60% ഡിക്ലൈനാണ് നെറ്റ് പ്രോഫിറ്റിൽ ഉണ്ടായതായിട്ട് പറയുന്നത്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ അവർ 113 കോടിയുടെ നെറ്റ് പ്രോഫിറ്റ് ആയിരുന്നു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുമാത്രമല്ല ഇവരുടെ ഗ്രോസ് NPA നോക്കുമ്പോൾ അതിലൊരു വർധനമുണ്ടായിട്ടുണ്ട്. 16.8% നിന്ന് 17.3% ഉയർന്നിട്ടുണ്ട്. എന്നിരുന്നാലും ഡെപ്പോസിറ്റിലൊരു വർധനവ് വന്നതായിട്ടാണ് അവർ പറഞ്ഞിരിക്കുന്നത്. 11.4% വർധനവ് ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ ഡെപ്പോസിറ്റിൽ വർധനവ് ഉണ്ടായിരിക്കുന്നു എന്നാണ് അവർ അപ്ഡേറ്റുകൾ കാണിച്ചിരിക്കുന്നത്. ഇനി നിപ്പോൺ ലൈഫിൻ്റെ ഏണിംഗ്സ് റിലീസിലേക്ക് വരുമ്പോൾ റവന്യൂവിൽ 30% ഡിക്ലൈനാണ് ഉണ്ടായിരിക്കുന്നത്. എന്നിരുന്നാലും നെറ്റ് പ്രോഫിറ്റിൽ 22% വർധനവ് ഉണ്ടായതായിട്ടും പറയുന്നു. അതുമാത്രമല്ല ഈ ഒരു ക്വാർട്ടറിൽ 2.2 ലക്ഷം ഇൻവെസ്റ്റേഴ്സ് പോളിയോ ഈ ഒരു ക്വാർട്ടറിൽ അവർക്ക് നേടിയെടുക്കാൻ സാധിച്ചു എന്നും അപ്ഡേറ്റുകളിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അടുത്തതായിട്ട് യുണൈറ്റഡ് സ്പിരിറ്റ്സിൻ്റെ ഏണിംഗ്സ് റിലീസിലേക്ക് വരുമ്പോൾ റവന്യൂവിൽ 53.6% ഡിക്ലൈൻ ആണ് ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ 215 കോടിയുടെ നെറ്റ് ലോസും ഈ ഒരു ക്വാർട്ടറിൽ ഉണ്ടായതായിട്ട് പറയുന്നു. ഇത് നോക്കുകയാണെങ്കിൽ 2016 Q4 ശേഷം അവർ ആദ്യമായിട്ടാണ് ഈ ഒരു ക്വാർട്ടറിൽ ഒരു നെറ്റ് ലോസ് റിപ്പോർട്ട് ചെയ്യുന്നത്. അതുമാത്രമല്ല വോളിയത്തിലെല്ലാം തന്നെ നോക്കുകയാണെങ്കിൽ 49% ഡിക്ലൈൻ ഉണ്ടായതായിട്ടും അവർ പറഞ്ഞിരിക്കുന്നു. ഇനി ഭാരതി ഇൻഫ്രാടെലിൻ്റെ ഏണിംഗ്സ് റിലീസിലേക്ക് വരുമ്പോൾ 21% ഡിക്ലൈനാണ് നെറ്റ് പ്രോഫിറ്റിൽ ഉണ്ടായതായിട്ട് പറഞ്ഞിരിക്കുന്നത്. 704 കോടിയാണ് ഈ ഒരു ക്വാർട്ടറിൽ നെറ്റ് പ്രോഫിറ്റായിട്ട് അവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 887 കോടിയുടെ നെറ്റ് പ്രോഫിറ്റ് ആയിരുന്നു അവർക്കുണ്ടായിരുന്നത്. ഇനി ഓറിയൻ സിമെൻസിൻ്റെ Q1 റിസൾട്ട്സിലേക്ക് വരുമ്പോൾ 54.2% ഡിക്ലൈനാണ് നെറ്റ് പ്രോഫിറ്റിൽ ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ റവന്യൂവിൽ നോക്കുമ്പോൾ 40% ഡിക്ലൈൻ ഉണ്ടായതായിട്ടും അവർ പറയുന്നു. ഇനി ടിൻപ്ലേറ്റ് കമ്പനിയുടെ ഏണിംഗ്സ് റിലീസിലേക്ക് വരുമ്പോൾ റവന്യൂവിൽ 32% ഡിക്ലൈൻ ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ 6.9 കോടിയുടെ നെറ്റ് ലോസാണ് അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി IDBI ബാങ്കിൻ്റെ ഏണിംഗ്സ് റിലീസിലേക്ക് വരുമ്പോൾ 144 കോടിയുടെ നെറ്റ് പ്രോഫിറ്റാണ് അവർക്കുണ്ടായതായിട്ട് പറയുന്നത്. അതിനുള്ള പ്രധാന കാരണം ബാഡ് ലോൺ പ്രൊവിഷനിങ്ങിൻ്റെ ഒരു റിവേഴ്സൽ വന്നു. 1335 കോടിയുടെ ഒരു റിവേഴ്സൽ വന്നു. അപ്പോൾ അതാണ് ഈ ഒരു നെറ്റ് പ്രോഫിറ്റിന് കാരണമായിട്ട് അവർ കാണിച്ചിരിക്കുന്നത്. ഇനി ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൽ 39% വർധനവും നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിൽ 22% വർധനവും ഉണ്ടായതായിട്ട് പറയുന്നു. അതുമാത്രമല്ല അസറ്റ് ക്വാളിറ്റിയിലും ഒരു ഇമ്പ്രൂവ്മെൻറ്റ് വന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഗ്രോസ് NPA നോക്കുമ്പോൾ കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 29.12% അതിൽ നിന്നും 26.8% കുറഞ്ഞതായിട്ടാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ നെറ്റ് NPA നോക്കുമ്പോൾ കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 8% അതിൽ നിന്നും 3.55% ആയിട്ട് ഈ ക്വാർട്ടറിൽ കുറച്ചു എന്ന രീതിയിലാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നല്ലൊരു റിസൾട്ടായിട്ടാണ് കാണുന്നത്. അടുത്തായിട്ട് NBCCനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വീണ്ടും ഒരു ഓർഡർ കിട്ടിയതായിട്ട് പറയുന്നു. സീഷെൽസിൽ നിന്ന് ഏകദേശം 204 കോടിയുടെ ഒരു ഓർഡർ കിട്ടിയതായിട്ട് അപ്ഡേറ്റുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി RBIയിൽ നിന്ന് അപ്ഡേറ്റുകൾ നോക്കുമ്പോൾ ബാഡ് ലോൺ റേഷ്യോയിൽ ഒരു വർധനവ് വന്നതായിട്ടാണ് ഈ ഒരു കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ വർധനവ് വന്നതായിട്ടാണ് അവരുടെ അപ്ഡേറ്റുകളിൽ കാണിച്ചിരിക്കുന്നത്. അതുമാത്രമല്ല ഇപ്പോൾ ബിസിനസ് ലോണൊക്കെ എടുത്തത് നോക്കുമ്പോൾ സ്മോൾ ബിസിനസ് ലോൺസിൽ 65.3%, അതുപോലെ തന്നെ റീറ്റെയിൽ ലോണിലേക്ക് വരുമ്പോൾ 56.2% മൊറട്ടോറിയത്തിലാണ് ഇരിക്കുന്നത് ഓവറോളായിട്ട്.
അതുമാത്രമല്ല ഇങ്ങനെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം തുടരുകയാണെങ്കിൽ ഈ ഒരു ബാങ്കുകളുടെ എല്ലാം അസറ്റ് ക്വാളിറ്റിയിലൊക്കെ ഡിറ്റീരിയേഷൻ വരും. അതുകൊണ്ട് തന്നെ ഇനി നമ്മൾ ഈ ഒരു സമയത്ത് ഇൻവെസ്റ്റേഴ്സായിട്ട് പോകുമ്പോഴൊക്കെ നല്ല ക്വാളിറ്റിയുള്ള ബാങ്കിങ് സ്റ്റോക്കുകളിൽ തന്നെ ഒന്ന് നിലനിൽക്കുന്നതായിരിക്കും ഈ ഒരു സമയത്ത് നല്ലത്. അപ്പോൾ പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു സാഹചര്യം നിലനിൽക്കുന്നതുകൊണ്ട് അപ്പോൾ നമ്മൾക്ക് ഒരു സാഹചര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ക്ലാരിറ്റി കിട്ടിയതിന് ശേഷം ബാക്കിയുള്ള സ്റ്റോക്കുകളിലേക്ക് പോകുന്നതായിരിക്കും. പ്രത്യേകിച്ച് ബാങ്കിങ് സെക്ടറിലെ സ്റ്റോക്കുകളിൽ ഇങ്ങനെ ഒരു കോഷ്യസ് ആയിട്ടിരിക്കുന്നതായിരിക്കും ഈ ഒരു സമയത്ത് നല്ലത്. ഇനി അടുത്തതായിട്ട് MT എഡ്യൂക്കെയറിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പ്രൊമോട്ടർ ഏകദേശം 2.47% സ്റ്റേക്ക് ഓഫർ ഫോർ സെയിലിൽ വെക്കാൻ പോകുന്നു. 13 രൂപ പെർ ഷെയറിലാണ് ഫ്ലോർ പ്രൈസായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇന്ന് നോൺ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനുള്ള ഓഫർ ഫോർ സെയിൽ വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു. റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനുള്ളത് നാളെയാണ് ഓപ്പൺ ആകുന്നത്. ഇനി അതുപോലെ തന്നെ ഫിനോടെക്സ് കെമിക്കൽസിൻ്റെ അപ്ഡേറ്റുകൾ നോക്കുമ്പോൾ അവർ ഏകദേശം 4.4 കോടി ഷെയർസ് 4 കോടി വർത്ത് വരുന്ന ഷെയർസ് ബൈബാക്ക് ചെയ്യാൻ പോകുന്നു എന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഫ്ലോർ പ്രൈസായിട്ട് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് 40 രൂപ പെർ ഷെയറിലാണ്. അതായത് 33% പ്രീമിയം വെച്ചിട്ടാണ് അവർ ബൈബാക്കിനായിട്ട് വെച്ചിരിക്കുന്നത്. ഇനി അടുത്തായിട്ട് നോക്കുമ്പോൾ നമ്മൾ മഹീന്ദ്ര ഫിനാൻസിൻ്റെ റൈറ്റ് ഇഷ്യൂ ഇന്നാണ് വിൻഡോ ഓപ്പൺ ആകുന്നത്. 1:1 എന്ന റേഷ്യോയിലാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ജൂലൈ 23-ാം തീയതി നിങ്ങളുടെ DPയിൽ ഷെയർ ഉണ്ടായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു റൈറ്റ് ഇഷ്യൂ ട്രൈ ചെയ്യാവുന്നതാണ്. കാരണം നല്ലൊരു കുറഞ്ഞ പ്രൈസിലാണ് അവർ ഫ്ലോർ പ്രൈസായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്, 50 രൂപ പെർ ഷെയറിൽ. അതുമാത്രമല്ല ഇന്ന് വിൻഡോ ഓപ്പൺ ആയതിനെ തുടർന്ന് ഈ ഒരു റൈറ്റ് ഇഷ്യൂൻ്റെ വിൻഡോ ഓപ്പൺ ആയതിനെ തുടർന്ന് ഇതുവരെ ഡൗൺ ആയി വന്ന സ്റ്റോക്ക് വീണ്ടും ഒരു അപ്പിലേക്ക് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് അനലൈസ് ചെയ്തിട്ട് നിങ്ങൾക്കും ഈ ഒരു എലിജിബിൾ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റർ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. അതുമാത്രമല്ല ഇന്ന് നടക്കാൻ പോകുന്ന US ഫെഡ് പോളിസി മീറ്റിംഗ്, അതുപോലെ തന്നെ ഈ ആഴ്ച ഇപ്പോൾ നടക്കാൻ പോകുന്ന US ചൈന ട്രേഡ് വാർ ടെൻഷൻസ്, അതുപോലെ തന്നെ ഇനി വരാൻ പോകുന്ന US സ്റ്റിമുലസ് പാക്കേജ്, പുതിയ സ്റ്റിമുലസ് പാക്കേജിൻ്റെ അപ്ഡേറ്റുകളൊക്കെ നിങ്ങളൊന്ന് ട്രാക്ക് ചെയ്യുക. അപ്പോൾ അതൊക്കെ ആയിരിക്കും ഇനി നമുക്ക് മാർക്കറ്റിൽ നിന്ന് ഡ്രൈവ് ചെയ്യാനുള്ള പ്രധാന ഫാക്ടറുകളായിട്ട് നിലനിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾ കമൻറ്റ് വഴിയായിട്ടൊക്കെ അറിയിക്കുക. പുതിയ അപ്ഡേറ്റുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദിസ് ഈസ് ടോണി സൈനിങ് ഓഫ്.